CPM നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അൻവർ LDFന് പുറത്തു തന്നെ എല്ലാ പാർട്ടി ബന്ധവും അൻവറിനോടുള്ള എല്ലാ പാർട്ടി ബന്ധവും അവസാനിപ്പിച്ചതായി CPM വ്യക്തമാക്കുന്നു. അൻവറിനെ പുറത്താക്കുകയാണോ എന്നുള്ള ചോദ്യത്തിന് LDFിൽ നിന്ന് പോകണമെന്ന് അൻവർ തീരുമാനിക്കട്ടെ, അപ്പോൾ നിലപാട് പറയാമെന്ന് പറഞ്ഞ MV ഗോവിന്ദൻ. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ കൃത്യമായി തന്നെ ആ നിലപാട് വ്യക്തമാക്കുന്നു. അൻവർ LDFിൽ നിന്ന് പുറത്താണ്. പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവും ഇനി അൻവറിനുണ്ടായിരിക്കില്ല. ഒരു സ്വതന്ത്ര MLA എന്ന തരത്തിൽ പാർട്ടിയോട് മുന്നണിയോട് കാണിക്കേണ്ടതായിട്ടുള്ള മര്യാദകളൊന്നും അൻവർ കാണിച്ചില്ല. പാർട്ടിയെയും സർക്കാരിനെയും തകർക്കാൻ പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിക്കുമ്പോൾ അവരുടെ കയ്യിലെ കോടാലിയായി അൻവർ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ MV ഗോവിന്ദൻ അൻവറിന്റെ നിലപാടിനെതിരെ സഖാക്കൾ രംഗത്തിറങ്ങണം, പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന ആഹ്വാനവും നടത്തിയിരിക്കുന്നു. CPM പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെടുന്നത് അതാണ്. പാർട്ടിയെ നശിപ്പിക്കുന്നു അൻവറിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംവിധാനത്തെക്കുറിച്ച് അൻവറിന് യാതൊരു ബന്ധവുമില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തുടർച്ചയായി അൻവർ നടത്തുന്ന ആരോപണങ്ങൾ അച്ചടക്കം ലംഘിച്ചുകൊണ്ട് പലതവണ അൻവറിനോട് പറഞ്ഞു, കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചു, എന്നിട്ടും പരസ്യ പ്രതികരണം പാടില്ല എന്ന് പലതവണ പറഞ്ഞിട്ടും അൻവർ അത് ലംഘിച്ചിരിക്കുന്നു. അങ്ങനെ അച്ചടക്കം ലംഘിച്ചുകൊണ്ടുള്ള അൻവറിന്റെ പ്രതികരണങ്ങളോട് അൻവറിന്റെ നിലപാട് കൊണ്ടുകൂടിയാണ് അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നത് എന്നുകൂടിയാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. പഴയകാല കോൺഗ്രസിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള കുടുംബമാണ് അൻവറിന്റേത്. അൻവറിന് ഇടതുപക്ഷത്തിന്റെ പാരമ്പര്യമില്ല. കരുണാകരനൊപ്പം DAC-യിലേക്ക്, പിന്നീട് അൻവർ കോൺഗ്രസിലേക്ക് പോകാതെ പാർട്ടിയുടെ ഭാഗമായി. എന്നാൽ സാധാരണക്കാരുടെ ഒന്നും വികാരം ഉൾക്കൊണ്ടുകൊണ്ടല്ല അൻവർ പ്രവർത്തിച്ചത്. ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാകാൻ പോലും അൻവറിന് കഴിഞ്ഞിട്ടില്ല. അൻവർ ഒരു വർഗ ബഹുജന സംഘടനകളിലും പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയെക്കുറിച്ചോ പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ചോ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും PV അൻവറിനില്ല. എല്ലാ കാലത്തും ജനങ്ങളുടെ പരാതിയിൽ സർക്കാർ ഇടപെടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് അൻവറിന്റെ പരാതിയെ കാണുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പക്ഷെ പരാതി ഉന്നയിച്ച രീതി ശരിയല്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഈ പരാതിയുടെ പകർപ്പ് പാർട്ടിക്ക് നൽകിയതാണ്. പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ DGPയെ ചുമതലപ്പെടുത്തി. സുജിത് ദാസിനെതിരായ പരാതി വന്നപ്പോൾ DGP അന്വേഷിച്ച് നടപടിയെടുത്തു. സർക്കാരിന് നൽകിയ പരാതിയായതുകൊണ്ട് ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കാം എന്ന ഒരു നിലപാടും പാർട്ടി സ്വീകരിച്ചിരുന്നു. എന്നാൽ ആദ്യ പരാതിയിൽ P ശശിക്കെതിരെ പരാമർശം ഉണ്ടായിരുന്നില്ല. പിന്നീട് നൽകിയ പരാതിയിൽ അത് ഉൾപ്പെടുത്തി. താൻ തന്നെ നേരിട്ട് അൻവറിനെ വിളിക്കുകയാണ് ചെയ്തതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അടുത്ത മാസം 3-ന് കാണാൻ വേണ്ടി തീരുമാനിച്ചതാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിലാണ് അച്ചടക്കം ലംഘിച്ച് വാർത്താ സമ്മേളനം നടത്തിയത്. ഒപ്പം മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ളത് മുഹമ്മദ് റിയാസിനെതിരായി, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരായിട്ടെല്ലാം ആക്ഷേപവും തുടർന്നു. ഇങ്ങനെ നിലപാട് പാടില്ല എന്ന് സന്ദേശം നൽകി പാർട്ടി വാർത്താക്കുറിപ്പിറക്കിയിട്ട് പോലും, മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ട് പോലും അൻവർ ചെയ്തത് അച്ചടക്കം പാലിക്കേണ്ടയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. വളരെ ശക്തമായിട്ടുള്ള സന്ദേശം അൻവറിന് നൽകുന്നു MV ഗോവിന്ദൻ. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ കാലിൽ ചങ്ങല കെട്ടിയിരിക്കുകയാണ്, താൻ അടക്കമുള്ളവർ ചങ്ങല കെട്ടിയിരിക്കുകയാണ് എന്ന് അൻവർ പറഞ്ഞതിനെ പരിഹസിച്ചു MV ഗോവിന്ദൻ. റിയാസിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ CPM നൽകുന്നു. DYFIയിൽ നിന്നാണ് റിയാസ് ഇതുവരെ എത്തിയത്. റിയാസിന് തന്നെയാണ് CPMന്റെ പിന്തുണ. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല എന്ന് അൻവർ പറഞ്ഞതിനെ പോലും പരിഹസിച്ച് തള്ളുകയാണ് CPM ചെയ്തിരിക്കുന്നത്. ഏതായാലും CPIയുടെ നിലപാട്, ADGPക്കെതിരായിട്ടുള്ള പരാതി സംബന്ധിച്ച് CPMന്റെ നിലപാട് ചോദിച്ചപ്പോൾ CPI ബിനോയ് വിശ്വം അല്പം മുൻപ് പറഞ്ഞതിന് MV ഗോവിന്ദൻ പരിപൂർണമായ രീതിയിൽ അംഗീകരിച്ചിട്ടില്ല. രണ്ട് പാർട്ടിയാണല്ലോ CPM-ഉം CPI-ക്കും, അതുകൊണ്ട് തന്നെ രണ്ടഭിപ്രായം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. VV അരുൺ ചേരുന്നു. അരുൺ, അൻവറിനെ പുറത്താക്കുകയാണോ എന്ന് ചോദിച്ചാൽ പുറത്താക്കുന്നു എന്നുള്ളൊരു വാക്ക് പറയുന്നില്ല. പക്ഷേ പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിക്കുന്നു, LDF-ഉമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിക്കുന്നു. ഒരു സ്വതന്ത്ര എന്നല്ല, ചെയ്യരുതാത്തതെല്ലാം അൻവർ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഇനി മറ്റെന്ത് വ്യാഖ്യാനമാണ്? PV അൻവർ LDF-ന് പുറത്ത് എന്ന് തന്നെ വ്യക്തമായി പറയുന്ന രീതിയിലേക്കായിരുന്നില്ലേ MV ഗോവിന്ദന്റെ വാക്കുകൾ? തീർച്ചയായിട്ടും MV ഗോവിന്ദന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. തെറ്റുതിരുത്തി കൂടെ നിർത്താൻ CPM പാർട്ടി ശ്രമിച്ചു. പക്ഷേ സ്വയം സ്വതന്ത്ര നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് അൻവർ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ പറയുന്ന ഒരാൾ പാർലമെന്ററി പാർട്ടി അംഗത്വം സ്വയം വലിച്ചെറിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അൻവറുമായുള്ള പാർട്ടിയുടെ എല്ലാ ബന്ധവും അവസാനിച്ചു.
അതായത് അൻവറുമായുള്ള പാർട്ടി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു CPM. ഇനി അൻവറുമായി ഒത്തുപോകാൻ CPM ഇല്ല. ഒക്ടോബർ 3-ാം തീയതി സംസ്ഥാന സെക്രട്ടറി ചേർന്ന് ഇക്കാര്യം തീരുമാനമെടുക്കുമെന്നായിരുന്നു നേരത്തെ നേതാക്കൾ പറഞ്ഞത്. പക്ഷേ അതുവരെ പോലും കാത്തിരിക്കുന്നില്ല. PV അൻവറിനെ CPM പുറന്തള്ളുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അൻവറിൻ്റേത് കോൺഗ്രസ് പാരമ്പര്യമാണ്, അൻവറിൻ്റേത് കോൺഗ്രസ് വഴിയാണ്. ഇനി ഏത് വഴി അൻവർ സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, PV അൻവറും CPM-ഉമായി ഇനി ഒരു ബന്ധവുമില്ല. വളരെ ആഘോഷിച്ചുകൊണ്ട് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്ന ഒരു MLA, അതായത് ഒരു സാധാരണഗതിയിൽ ഒരു മുന്നണിക്ക് നിയമസഭയിൽ അംഗബലം കുറയുന്നത് ഒരു മരണമോ അല്ലെങ്കിൽ രാജിയോ ഒക്കെ വരുമ്പോഴാണ്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ ഇടതുമുന്നണിക്ക് 100 തികയ്ക്കാൻ കാത്തുനിന്ന ഇടതുമുന്നണിക്ക് ഒരു MLA കൂടി നഷ്ടമാകുന്നു. അവരുടെ അംഗസംഖ്യ നിയമസഭയിൽ ചുരുങ്ങുന്നു. PV അൻവറിനെ CPM പുറത്താക്കിയിരിക്കുകയാണ്. PV അൻവറിന് മുന്നിൽ CPM-ന്റെ വാതിലുകൾ കൊട്ടിയടക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പം TG സൈത്ത് കൂടി ചേർന്ന്. സൈത്ത്, എന്താണ് ഇനി അൻവറിന്റെ വഴി? മുഖ്യമന്ത്രി പറയുന്നത് അൻവറിന്റെ കോൺഗ്രസ് പാരമ്പര്യമാണ്, കോൺഗ്രസ് വഴിയാണ്. അൻവർ ഏത് വഴിയാകും ഇനി സഞ്ചരിക്കുക? അൻവറിന്റെ വഴി ഉറപ്പാണ്. UDF രാഷ്ട്രീയമെന്ന ഒരു സാധ്യതയാണ് അൻവറിന്റെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ അരുണ്, എനിക്ക് തോന്നുന്നു നിർണായകമാവുക അൻവറിന്റെ മുന്നിൽ അവശേഷിക്കുന്നത് MLA സ്ഥാനം രാജിവെക്കില്ലെന്ന അൻവറിന്റെ പ്രഖ്യാപനം. സ്വാഭാവികമായി ഇനിയുള്ള 1.5 വർഷം അദ്ദേഹം MLA ആയി തുടരും. നിയമസഭയിൽ ഒരു പ്രത്യേക ചേരിയാവും. ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു MLA, അതായത് അദ്ദേഹത്തിന് തുറന്നു പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമുണ്ടാവാം, കൂടുതൽ തെളിവുകൾ ഒരു പക്ഷേ പുറത്തുവിടാൻ കഴിയും. അങ്ങനെയെങ്കിൽ അവശേഷിക്കുന്ന ഈ 1.5 കൊല്ലം സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയുന്ന ആരോപണ ചരങ്ങൾ ഉന്നയിക്കുന്ന ഒരു MLA, ഒരു PV അൻവറിനെ എങ്ങനെ നേരിടുമെന്ന കുഴയ്ക്കുന്ന ഒരു വിഷയം CPM-ന് മുന്നിൽ തീർച്ചയായും ഉണ്ടാവും. തീർച്ചയായിട്ടും അത് തന്നെയാണ്. PV അൻവർ ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷിയിൽ നിന്ന്, CPM-ന്റെ നിയമസഭാ കക്ഷിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സമീപനത്തിൽ മാറ്റവും ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം ഈ 4-ാം തീയതി സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ, 4-ാം തീയതി വയനാട് റഫറൻസ് ആണ്, അടുത്ത തിങ്കളാഴ്ച വീണ്ടും സഭ ചേരുമ്പോൾ ഈ ഓരോ വിഷയങ്ങളിലും സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ നിലപാടുമായി സഭയിൽ അൻവർ നിറഞ്ഞു നിന്നേനെ. അങ്ങനെ നിൽക്കുമ്പോൾ വരാൻ പോകുന്നത് ഇടതുപക്ഷത്തൊരു MLA, ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമസഭയിൽ പോലും എത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ CPM-ന് ആ ഒരു ഭാരമൊഴിഞ്ഞിരിക്കുന്നു. ശരിക്കും അങ്ങനെയല്ലേ പറയേണ്ടത്? തീർച്ചയായിട്ടും CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ അൻവറിനെ തുറന്നെതിർക്കാൻ കൃത്യമായൊരു വഴിയുണ്ട്. പാർട്ടി അണികൾക്ക് നൽകാൻ കൃത്യമായ നിർദ്ദേശമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നത് അല്പസമയത്തിനുള്ളിൽ മലപ്പുറം ജില്ലയുടെ ഓരോ ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചും അൻവറിനെതിരായ പ്രകടനം ആരംഭിക്കുകയാണ്. അൻവറിനെതിരായ മുദ്രാവാക്യം പാർട്ടി സഖാക്കൾ അൻവറിനെ തള്ളിക്കളയണം, അൻവറിനെ തുറന്നെതിർക്കണമെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന, അത് തീർച്ചയായും CPM ഇനി അങ്ങോട്ട് സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാട്, അത് പ്രകടനമാണ്. നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ CPM-ന്റെ ഉന്നത സമിതികളിൽ നിന്നും പുറത്താക്കിയവർക്കെതിരെ ആ സംഘടനാ സംവിധാനത്തിൽ നിന്ന് CPM ഏതൊക്കെ രീതിയിലാണ് ആ രാഷ്ട്രീയ സാഹചര്യങ്ങളെ നേരിട്ടിട്ടുള്ളതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് CPM-ന് ഇത് പുതുമയല്ല. സ്വാഭാവികമായും അൻവറിനെ നേരിടാൻ കൃത്യമായ ആയുധമുണ്ടാകും. അത് ആ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷേ ഒരു സ്വതന്ത്ര MLA എന്നതിനപ്പുറത്തേക്ക് അൻവർ CPM രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ ഇനിയും സ്വാധീനമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നതാവാം ഒരു പക്ഷേ ഈ അൻവർ എന്ന പ്രതിസന്ധി CPM-നും ഇടതുമുന്നണിക്ക് മുന്നിലുണ്ടാവുന്ന ഒരു സാഹചര്യം. തീർച്ചയായും കണ്ണൂരിൽ നിന്ന് MV രാഘവൻ പാർട്ടി വിട്ടപ്പോൾ, ആലപ്പുഴയിൽ നിന്ന് പാർട്ടിയുടെ സ്ഥാപക നേതാവ് കൂടിയായ KR ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോഴൊക്കെ CPM ചെയ്ത ഒരു വഴിയുണ്ട്. അവിടങ്ങളിൽ പാർട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. പാർട്ടി കൂടുതൽ ശക്തമായി തന്നെ, MV രാഘവൻ പോയാലും KR ഗൗരിയമ്മ പോയാലും ഒക്കെ പാർട്ടി ശക്തമായി നിൽക്കുന്നുവെന്ന് സ്ഥാപിക്കാൻ, തെളിയിക്കാൻ വലിയ ശക്തി പ്രകടനങ്ങൾ CPM നടത്തിയിരുന്നു. മലപ്പുറത്തേക്കും സ്വാഭാവികമായും CPM അത്ര ശക്തിയില്ലാത്ത മേഖലയാണ് എങ്കിൽ പോലും അവിടെയും സമാനമായ രീതിയിലേക്ക് പോകും. അതാണ് നേരത്തെ സൂചിപ്പിച്ച CPM-ന്റെ പ്രകടനങ്ങൾ. വൈകുന്നേരം അത്തരം പ്രകടനങ്ങൾ മലപ്പുറത്തുള്ള ഉടനീളം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അതിനുള്ള ആഹ്വാനം തന്നെയാണ് MV ഗോവിന്ദൻ നടത്തിയത്. അരുണ, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു UDF സ്വീകരിക്കുന്ന ഒരു തന്ത്രം കൂടി ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ CPM-ൽ നിന്ന് മുഖ്യമന്ത്രിയെ ആരോപണം ഉന്നയിച്ച് പുറത്തു വരുന്ന അൻവറിനെ അല്ല അവർക്ക് ആവശ്യം. മറിച്ച് അൻവർ ഇടതുചേരിക്കെതിരെ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, ഒരു സ്വതന്ത്ര MLA എന്ന സ്വഭാവത്തിൽ അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, അത് സർക്കാരിനെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കുന്ന രാഷ്ട്രീയ കലുഷിതമായ സാഹചര്യം, അത് തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നതാവാം UDF-ന്റെ തന്ത്രം. UDF-ന്റെ പല നേതാക്കളുടെയും കൂടിയാലോചനകളിലും അഭിപ്രായ പ്രകടനങ്ങളിലും ഉയർന്നു വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തങ്ങൾ അൻവറിനെ അതേപടി ഏറ്റെടുക്കേണ്ടതില്ല. അങ്ങനെ ഏറ്റെടുത്താൽ അത് രാഷ്ട്രീയമായി വിശദീകരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയായി മാറും. പക്ഷേ അവശേഷിക്കുന്ന 1.5 കൊല്ലമാണ്. ആ 1.5 കൊല്ലം അൻവർ
പടുത്തുയർത്തുന്ന രാഷ്ട്രീയ പ്രതിസന്ധി, ഇടതുമുന്നണിയിലെ കലുഷിതമായ സാഹചര്യം, അതിന്റെ പ്രയോക്താവ്, അതിന്റെ ഗുണഭോക്താക്കാവുക എന്നൊരു കാത്തിരിപ്പായിരിക്കും UDF കിടക്കുക. തീർച്ചയായും UDF-നെ സംബന്ധിച്ചൊരു രാഷ്ട്രീയമായ നേട്ടമുണ്ടാകുന്നത് തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും MLA മുഖ്യമന്ത്രിക്കും സർക്കാരും ഇതിനെ പറയുന്നതല്ല. പക്ഷെ അതിന് പകരം പാളയത്തിൽ നിന്നൊരു പട വരുന്നത്, അതാണ് UDF പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് അൻവറിൽ നിന്ന് UDF പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ അതിനുള്ള അവസരം അതേ രൂപത്തിൽ CPM നൽകുന്നില്ല. അൻവറിനെ പുറത്താക്കുന്നു. പാളയത്തിൽ പട ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഇനി പ്രതിപക്ഷം പറയാൻ കഴിയൂ. ഇപ്പോൾ അൻവർ ഇടതുമുന്നണിക്ക് പുറത്താണ്. ഇന്ന് AK ബാലൻ പറഞ്ഞതുപോലെ ഒരു റെയിൽ പാളത്തിലൂടെ പോകുമ്പോൾ പാളത്തിന് പിന്നിലെ പുറത്തേക്ക് പോയിരിക്കുന്നു അൻവർ. LDF എന്ന റെയിൽ പാളത്തിന് പുറത്തേക്ക് അൻവറിനെ CPM തള്ളിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അൻവർ ഇനി സർവത്ര സ്വതന്ത്രനാണ്. ആരിത് അൻവറിന് വേണമെങ്കിൽ പറയാം. പക്ഷേ അരുൺ ആ പറഞ്ഞത് പാളയത്തിൽ പട നേതാക്കൾ ഇടയിൽ തന്നെ അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള അൻവറിന്റെ ആരോപണം പരസ്യമായി തള്ളുന്നു. അപ്പോഴും ഇതുവരെ പറയാത്ത രീതിയിൽ ഒരു നേതാവിനെ കുറിച്ച് പറയുകയാണ്. പാർട്ടി പ്രവർത്തകരോട് രംഗത്തിറങ്ങാൻ പറയുന്നു. അതായത് അൻവറിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങുക. സോഷ്യൽ മീഡിയയുടെ അടക്കം അൻവറിന് കിട്ടുന്ന വലിയ റീച്ച് പോലും CPM വ്യക്തമായി കാണുന്നുണ്ട്. അങ്ങനെ രംഗത്തിറങ്ങാൻ പറയുന്നത് പാർട്ടി പ്രവർത്തകരോട് കൂടി ഒരു സന്ദേശം നൽകുകയാണോ? അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഇനി പാർട്ടിയുടെ തലപ്പത്തില്ല, അങ്ങനെ ഒരു ആശയക്കുഴപ്പമില്ല, പാർട്ടി ഒറ്റക്കെട്ടാണ് ഈ വിഷയത്തിൽ. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിൽ അൻവറിന് ജയ് വിളിക്കുന്ന അണികളുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു സന്ദേശം കൂടിയാണോ MV ഗോവിന്ദൻ ആ പറഞ്ഞതിന്റെ അർത്ഥം? തീർച്ചയായിട്ടും PV അൻവറിന് ഇടതു പക്ഷത്തെ അല്ലെങ്കിൽ ഇടതു മുന്നണി പ്രവർത്തകരുടെ, പ്രത്യേക CPM പ്രവർത്തകരുടെ, സൈബർ സഖാക്കളുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. വലിയ ഫാൻ ഫോളോവേഴ്സ് സാമൂഹ്യ മാധ്യമങ്ങളിൽ PV അൻവറിനുണ്ട്. അതിൽ ഒരു 90% CPM-കാർ തന്നെയാണ്. വളരെ ചുരുക്കം മുസ്ലിം ലീഗ് പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരും അല്ലെങ്കിൽ നിഷ്പക്ഷരും ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ 90% CPM-ന്റെ പ്രവർത്തകർ തന്നെയാണ്, ഹാർഡ് കോർ പ്രവർത്തകർ തന്നെയാണ് അൻവറിന് ഒപ്പം നിൽക്കുന്നവർക്ക് നിന്നത്. അവർക്കുള്ള സന്ദേശമാണ് CPM നൽകുന്നത്. അൻവർ പാർട്ടി വിരുദ്ധനാണ്. അൻവർ പാർട്ടിയെ, സർക്കാരിനെ മോശമാക്കാൻ ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നിലപാടുകൾ ഉള്ള പാർട്ടിയല്ല ഇപ്പോൾ ഉള്ളതെന്ന് വരുത്തി തീർക്കാൻ മതനിരപേക്ഷത പോലും മാറ്റിവെച്ച പാർട്ടിയാണ് CPM എന്ന് പറയാൻ ശ്രമിച്ചയാളാണ്. ആ അൻവറിനെ പരസ്യമായി പ്രതിരോധിക്കണം. ആ പ്രതിരോധിക്കേണ്ടത് പാർട്ടി അംഗങ്ങളാണ്, പാർട്ടി പ്രവർത്തകരാണ്. അവരോടാണ് CPM സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾ അൻവറിനെതിരെ പ്രതിരോധിക്കണം, നിങ്ങൾ പ്രതിരോധവുമായി രംഗത്തിറങ്ങണം. അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി. തീർച്ചയായിട്ടും അത് കൃത്യമായ സന്ദേശം പാർട്ടി അണികൾക്ക് സംസ്ഥാന സെക്രട്ടറി നൽകി കഴിഞ്ഞു. തൊട്ടു പിന്നാലെ മുതിർന്ന നേതാക്കളുടെ നിലപാട് പ്രഖ്യാപനം വരുന്നുണ്ട്. ആ തരത്തിൽ CPM ഇനി അൻവറിനെതിരെ സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാട് അതിശക്തമായി തന്നെ മുന്നോട്ട് വരികയാണ്. അത് മലപ്പുറത്തോ തിരുവനന്തപുരത്തോ ഒതുങ്ങുന്ന ഒരു പ്രചരണമായിരിക്കില്ല. സംസ്ഥാന വ്യാപകമായി തന്നെ അൻവറിന്റെ വിഷയത്തിൽ കൃത്യമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ CPM സന്നദ്ധമാവേണ്ടി വരും, തയ്യാറാവേണ്ടി വരും. അരുൺ അവശേഷിപ്പിക്കുന്ന ഒരു കാര്യം, ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പരാമർശിച്ച ഒരു കാര്യമുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ പ്രശ്നങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ അങ്ങേയറ്റം പ്രതിസന്ധി നേരിടുന്നു എന്നൊരു പ്രയോഗമുണ്ട്. അവിടെ അൻവർ അവശേഷിക്കുന്ന കാര്യം, ന്യൂനപക്ഷങ്ങൾ മുഖ്യമന്ത്രിക്കെതിരാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങളുടെയും നിലപാട് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. ഇതുവരെ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കൈക്കരുത്തായ അദ്ദേഹവും ആ പാർട്ടിയും അവകാശപ്പെട്ടത് ഒരു സംഘപരിവാർ വിരുദ്ധൻ അല്ലെങ്കിൽ നിലപാടെടുക്കുന്ന വ്യക്തി എന്നതാണ്. അതായത് ന്യൂനപക്ഷങ്ങളെ ഒപ്പം ചേർക്കുക എന്ന CPM-ന്റെ രാഷ്ട്രീയ നീക്കത്തിന് ഏറ്റവും പ്രസക്തമായി അവർ ചൂണ്ടിക്കാണിച്ച കാര്യവും അങ്ങനെയായിരുന്നു. പക്ഷേ അതിൽ വിള്ളൽ വീഴ്ത്താൻ ഇപ്പോൾ അൻവറിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ അതിനെ എങ്ങനെ പാച്ചപ്പ് ചെയ്യും CPM? ഏറ്റവും വലിയ വെല്ലുവിളി CPM നേരിടാൻ പോകുന്നത് അതുതന്നെയാണ്. ഇന്ന് രാവിലെ AK ബാലൻ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞതുപോലെ 42% വോട്ടാണ് മലപ്പുറത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ലഭിച്ചത്. അത് സർവകാല റെക്കോർഡാണ്. ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM-ന് ബാലികേറാമലയായിരുന്നു മലബാറിലെ മണ്ഡലങ്ങൾ, മുസ്ലിം ലീഗിന്റെ ഏറ്റവും സ്വാധീനമുള്ള മേഖലകൾ. അവിടെ കോൺഗ്രസിനപ്പുറത്തേക്ക് ലീഗ് കോട്ടകളിലേക്ക് കടന്നു കയറാൻ CPM-ന് ഇടതുമുന്നണിക്ക് ബലം നൽകിയത് അൻവറിനെ പോലെയുള്ള, KT ജലീലിനെ പോലെയുള്ള സ്വതന്ത്ര പരിവേഷമണിഞ്ഞു വന്ന പഴയ മുൻകാല കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും ഒക്കെ തന്നെയാണ്. അവിടെ അതിനുള്ള കാരണമായത് പിണറായി വിജയനുള്ള CPM-നുള്ള ഒരു ന്യൂനപക്ഷ വിശ്വാസമാണ്. അത് തകർത്തുന്ന സ്റ്റേറ്റ്മെന്റാണ് ഇന്നലെ PV അൻവർ നടത്തി. അതാണ് അതെ അരുൺ, ഒരു അപ്ഡേറ്റ് കൂടി പുറത്തു വരുന്നുണ്ട്. PV അൻവർ അല്പസമയത്തിനുള്ളിൽ 4 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന അറിയിപ്പ് കൂടി വന്നിരുന്നുണ്ട്. അതായത് CPM ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം താൻ പറയാമെന്ന് അവശേഷിപ്പിച്ച ചില കാര്യങ്ങൾ കൂടി അൻവറിനുണ്ട്. അതുകൂടി ഒന്ന് തുറന്നു പറയുകയാണ്. പ്രത്യേകിച്ച് MV ഗോവിന്ദനെതിരെ അദ്ദേഹം നടത്തിയ ഇന്നലത്തെ വിമർശനമുണ്ട്. ഇക്കാര്യങ്ങൾക്കുള്ള ഗോവിന്ദൻ നിലപാട്, CPM സംസ്ഥാന സെക്രട്ടറി നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇനി എന്ത് അൻവറിന്റെ നീക്കമെന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒപ്പം പാർട്ടി അണികൾക്ക്
CPM നൽകിയിരിക്കുന്ന നിർദ്ദേശവുമുണ്ട്. ഈ വിഷയങ്ങളിൽ എന്ത് നിലപാട് അൻവർ സ്വീകരിക്കുമെന്നതും പ്രധാനപ്പെട്ടതാണ്. സജിത്ത്, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വരെ താൻ പാർട്ടി വിടുകയില്ല, തന്നെ പുറത്താക്കുന്നത് വരെ താൻ പാർട്ടി വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അൻവർ ഇന്ന് MV ഗോവിന്ദൻ പരിപൂർണമായിട്ട് ഇതാ വാതിലടച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ UDF തള്ളണോ കൊള്ളണോ എന്ന ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അൻവർ ഇനി പറയാൻ പോകുന്നത് സ്വതന്ത്രനായിട്ട് നിൽക്കും, അതല്ലെങ്കിൽ ഒരു ചേരിയിലും ഇല്ലാതെ നിൽക്കും എന്നുള്ളത് തന്നെ ആയിരിക്കുമോ എന്നുകൂടിയാണോ ഉറ്റുനോക്കേണ്ടത്? അൻവർ ഒരുപക്ഷെ തന്റെ പക്ഷം ഏതാണ്, താൻ ഏതെങ്കിലും മുന്നണിക്കൊപ്പമോ എന്നൊരു നിലപാട് പറയാൻ സാധ്യതയില്ല. മറിച്ച് അൻവറിന്റെ ഇനിയുള്ള പ്രസ്താവനയിൽ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമാവുക ഇതുവരെ താൻ പാർട്ടിയാണ്, പാർട്ടി പ്രവർത്തകർ, സഖാക്കൾ തനിക്കൊപ്പം എന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം അദ്ദേഹത്തിന് ഇനി ആവർത്തിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ്. കാരണം അവിടെ CPM ഔദ്യോഗികമായി പറഞ്ഞു കഴിഞ്ഞു, പാർട്ടി അണികൾക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. പ്രാദേശികമായി തന്നെ മലപ്പുറത്തിന്റെ വിവിധ മേഖലകളിൽ അൻവറിനെതിരെ മുദ്രാവാക്യം ഉയരുമ്പോൾ പാർട്ടി പ്രവർത്തകർ ഇനി തനിക്കൊപ്പം ഉണ്ട് എന്ന അവകാശവാദം ഉന്നയിച്ച് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ അൻവറിന് കഴിയുമെന്ന ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ആ സംവിധാനത്തെ കൂടി തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പുതിയൊരു നിലപാട് പ്രഖ്യാപനം അൻവർ നടത്തുമോ എന്നത് പ്രസക്തമാണ്. ഒപ്പം താനൊരു പൊതുസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന കാര്യം കൂടി അൻവർ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും നീക്കങ്ങളും അൻവർ ഒരുപക്ഷെ നടത്തിയിട്ടുണ്ടാവാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൻവർ ഇന്നലെ മലപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ട 2 ഫ്ലെക്സ് ബോർഡുകൾ, അതിലൊന്ന് CPMന്റെ ഒരു പ്രാദേശിക കമ്മിറ്റിയാണ്. അത് അൻവറിനെതിരെ ഉള്ള മുദ്രാവാക്യം, അൻവറിനെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡ്. മറ്റൊരു ഫ്ലെക്സ് ബോർഡിൽ അൻവറിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡാണ്. പക്ഷേ ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് K കരുണാകരന്റെ ഒപ്പം പഴയ DAC കൂട്ടായ്മയുടെ ഭാഗമായി വരുന്ന ഒരു ഫ്ലെക്സ് ബോർഡാണ്. അങ്ങനെയെങ്കിൽ അൻവർ ഇനി ഒരു പക്ഷേ സ്വീകരിക്കുക, അൻവർ വന്ന വഴി നമുക്കറിയാം, DAC പ്രഖ്യാപനവും അതിന്റെ തുടർ രാഷ്ട്രീയവുമാണ് അൻവർ എന്ന രാഷ്ട്രീയ നേതാവിനെ ഇടതുപക്ഷ ചേരിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. അങ്ങനെയെങ്കിൽ പഴയ ആ ചേരിയെ അൻവർ സജീവമാക്കുകയാണോ എന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. ഒരു കാര്യം കൂടിയുള്ളത്, നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു, മുമ്പ് ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നിരുന്ന ഈ സ്വതന്ത്ര സ്വഭാവമുള്ള MLA-മാരുടെ അല്ലെങ്കിൽ ആ നേതാക്കളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നുണ്ടോ, അതിൽ KT ജലീൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട്. ഇന്ന് രാവിലത്തെ ചർച്ചയിലും നമ്മൾ CPM നേതാക്കളുടെ ഈ വിഷയം ചോദിച്ചിരുന്നു.